എന്താ ഇപ്പൊ സംഭവം? ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, ആത്മാർത്ഥയോട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജനാവലിയെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. തിയേറ്ററിൽ 3 സ്ക്രീനുകൾ ഉദ്ഘാടനം ചെയ്തു. മാജിക് ഫ്രെയിംസിന്റെ 46ാമത്തെ തിയേറ്ററാണോ സ്ക്രീനാണോ? 46ാമത്തെ സ്ക്രീനാണ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സിനിമകളുടെ നിർമ്മാണത്തിൽ പങ്കാളിയാവുന്ന ഒരാൾ, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന് തന്നെ പറയാം, മാജിക് ഫ്രെയിംസ് സ്റ്റീഫനെ പറ്റി. അപ്പോൾ അദ്ദേഹം തിയേറ്ററുകളുടെ ഒരു ശൃംഖല കേരളത്തിലുടനീളം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും സിനിമയോടുള്ള സ്നേഹവും സിനിമ ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്തും ഉണ്ടാകുന്ന ഒരു സംരംഭങ്ങളാകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ക്വാളിറ്റിയിലൊട്ടും നമ്മൾ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സോ 46 കഴിഞ്ഞ് 50 കഴിഞ്ഞ് അതങ്ങനെ അങ്ങനെ പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. മാജിക് ഫ്രെയിംസിന്റെ കൂടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ കൂടെ ലിസ്റ്റിന്റെ ആദ്യ സിനിമ മുതൽ ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരാള് എന്നുള്ള നിലയിൽ ലിസ്റ്റിന്റെ ഒരു വളർച്ച അടുത്ത് നിന്നും ദൂരെ നിന്നും എല്ലാം നേരിട്ട് അറിഞ്ഞിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ കൺഗ്രാലേഷൻസ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് മാജിക് ഫ്രെയിംസ്. 46ാമത്തെ ഒരു സ്ക്രീൻ, അതും കക്കട്ടിൽ കേമോളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സ്വീകരണം തീർച്ചയായിട്ടും മലയാള സിനിമയെ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇവിടെ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ്. സോ താങ്ക് യു കക്കട്ടിലുള്ള എല്ലാവർക്കും.